മൊബൈൽ ഫോൺ സുരക്ഷയ്ക്കെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാഥി ആപ്പിനെ ചൊല്ലി വിവാദം. പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കമാണ് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആപ്പിന്റെ കാര്യത്തിൽ നിർബന്ധമില്ലെന്നും ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാനാകുമെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. രാജ്യത്ത് നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. നിർദ്ദേശം പാലിക്കാൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് 3 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ബ്ലോക്ക് ചെയ്യുന്നതിനും ആപ്പിലൂടെ കഴിയും. സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാനും ആപ്പിലൂടെ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ പൗരന്മാരെ രഹസ്യമായി നിരീക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം. ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നിലവിൽ വിറ്റുകഴിഞ്ഞ ഫോണുകൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ആപ്പ് ലഭ്യമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.